നമസ്കാരം. KSRTC ബസ് തടഞ്ഞ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് MLAയുമായിട്ടുള്ള സച്ചിൻ ദേവിനുമെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായിട്ട് നിയമ നടപടിക്ക് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഡ്രൈവർ യദു. മേയർ ആര്യ രാജേന്ദ്രൻ, MLA സച്ചിൻ ദേവ്, കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർ ഇവർക്കെതിരെയൊക്കെയാണ് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യദു എത്തിയിരിക്കുന്നത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഇന്ന് കേസ് ഫയൽ ചെയ്യുന്നത്. അതേസമയം മേയറോട് ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിക്കുന്നത് കണ്ടില്ലെന്ന് കണ്ടക്ടറുടെ മൊഴി പോലീസിന് നൽകുകയും ചെയ്തു. മേയറും സംഘവും ബസ് തടഞ്ഞതിൽ ഡ്രൈവറുടെ പരാതിയിൽ ഇനിയും പോലീസ് കേസെടുത്തിട്ടുമില്ല. മേയറുടെ പരാതിയിൽ ഡ്രൈവർക്കെതിരെ മാത്രമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് മടിക്കുന്ന സാഹചര്യത്തിൽ, അതായത് കേസെടുക്കാൻ മടിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവർ യദു ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുന്നത്. സീബ്ര ലൈനിൽ കാറിട്ട് ബസ് തടഞ്ഞ് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് പരാതി. ഇതിനിടെയാണ് ഡ്രൈവർ മേയറോട് അശ്ലീല ആംഗ്യം കാണിക്കുന്നത് കണ്ടിട്ടില്ല എന്ന ബസ് കണ്ടക്ടർ സുബിൻ പോലീസിന് മൊഴി നൽകിയത്. പിൻസീറ്റിലായതിനാൽ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ മൊഴി. മേയർ സഞ്ചരിച്ച വാഹനത്തെ ബസ് ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ എന്നും വ്യക്തമല്ലെന്നാണ് കണ്ടോൺമെൻറ്റ് പോലീസിന് നൽകിയ അദ്ദേഹത്തിൻ്റെ മൊഴി. വിവാദം കത്തിപ്പടരുമ്പോഴും കണ്ടക്ടർ ഇതുവരെ രംഗത്ത് വന്നിരുന്നില്ല. ഇതിനിടെ ഡ്രൈവർ യദുവിനെതിരെ നടി റോഷ്ന ആൻഡ് റോയി ഫേസ്ബുക്കിലൂടെ ആരോപണം ഉന്നയിച്ചു. മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് പോകുന്നതിനിടെ കുന്നംകുളത്ത് വെച്ച് തൻ്റെ വാഹനത്തെ യദു അപകടകരമായ രീതിയിൽ മറികടന്നുവെന്നാണ് നടിയുടെ ആക്ഷേപം. ചോദ്യം ചെയ്തപ്പോൾ മോശമായി പെരുമാറിയെന്നാണ് നടിയുടെ ആരോപണം. അതേസമയം നടി റോഷ്ന ആൻഡ് റോയിയുടെ ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് തന്നെ KSRTCയുടെ ഡ്രൈവർ യദു രംഗത്തെത്തി. നടി ആരോപിക്കുന്ന സംഭവങ്ങളൊന്നും തൻ്റെ ഓർമ്മയിലില്ല എന്നും ഇത്ര ദിവസമില്ലാത്ത ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നും യദു പറയുന്നു. പുതിയ ആരോപണങ്ങൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നും ഇനിയും ആരോപണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എന്നും നടി റോഷ്നയ്ക്കെതിരെ വക്കീലുമായി കൂടിയാലോചിച്ചിട്ട് നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് എന്നും ഡ്രൈവർ പറയുന്നു. മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കത്തിലേർപ്പെട്ട സംഭവത്തിൽ അന്നേ ദിവസം ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്ന് യദു തന്നെ മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അതായത് സംഭവം നടക്കുമ്പോൾ പിൻസീറ്റിലായിരുന്നു എന്നും താനൊന്നും കണ്ടിട്ടില്ല എന്നുമായിരുന്നു കണ്ടക്ടറുടെ മൊഴി. എന്നാൽ കണ്ടക്ടർ തനിക്കൊപ്പം മുൻവശത്താണ് ഇരുന്നത് എന്ന് യദു പറയുകയും ചെയ്യുന്നു. സച്ചിൻ ദേവ് MLA വന്നപ്പോൾ സഖാവെ ഇരിക്കൂ എന്ന് പറഞ്ഞ് എഴുന്നേറ്റ് കൊടുക്കുകയായിരുന്നു ചെയ്തത് കണ്ടക്ടർ. കണ്ട കാര്യമാണ് ഈ പറയുന്നത്. കണ്ടക്ടറുടെ മൊഴി അനുകൂലമെന്നും യദു പറയുന്നുണ്ട്. തൃശ്ശൂർ കുന്നുംകുളം ഭാഗത്ത് വെച്ച് യദു തന്നോട് മോശമായി പെരുമാറിയിരുന്നുവെന്നും അന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസുമൊക്കെ ഇടപെട്ടാണ് യദുവിനെതിരെ നടപടിയെടുക്കാതെ പറഞ്ഞയച്ചതെന്നും നടി റോഷ്ന പറയുന്നുണ്ട്. റോഡിൽ വണ്ടി നിർത്തി യദു മോശമായി സംസാരിച്ചുവെന്നും ഒരു സ്ത്രീ എന്ന പരിഗണന പോലും യദുവിൻ്റെ സംസാരത്തിൽ ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് റോഷ്ന കൂടി ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത്. യദുവിൽ നിന്ന് മോശം അനുഭവം നേരിട്ടതിൽ അല്ലെങ്കിൽ അതിൻ്റെ അമർഷം തനിക്കിപ്പോഴുമുണ്ടെന്നും മേയറോട് പോലും അയാൾ ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരിയായ തന്നോട് ഇങ്ങനെ സംസാരിച്ചതിൽ അത്ഭുതമില്ല എന്നൊക്കെയാണ് റോഷ്ന പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ പോയ സംഭവവുമായി ബന്ധപ്പെട്ട് അതിന് പോലീസിന് ഇനിയും കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. തമ്പാനൂർ ഡിപ്പോയിൽ കൃത്യമായ CCTV ദൃശ്യങ്ങൾ ഇല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CCTV സ്ഥാപിച്ച കമ്പനിയോട് വിവരങ്ങൾ തേടാനാണ് ഇപ്പോൾ പോലീസിൻ്റെ നീക്കവും. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മേയർ ആര്യ രാജേന്ദ്രനും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും അടക്കം KSRTC ബസ് തടഞ്ഞു നിർത്തി കൃത്യനിർവഹണത്തിൽ തടസ്സം നേരിട്ട സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് യദുവിനെതിരെ നടക്കുന്ന ആക്രമണം ശക്തമാകുമ്പോൾ ഇപ്പോൾ ഒരു നടിയായിട്ടുള്ള റോഷ്നി കൂടി കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാകുന്നില്ല. കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന ഈ ആരോപണം എന്തുകൊണ്ടന്ന് പൊതു സമൂഹത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നില്ല? എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിച്ചില്ല? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് കൂടി ഈ ആരോപണം ഉന്നയിക്കുന്ന നടി ഉത്തരം പറയേണ്ടതുണ്ട്. അല്ലെങ്കിൽ പൊതുസമൂഹം നിങ്ങളെ വെറുതെ തെറ്റിദ്ധരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് യദുവിനെതിരെ പകവീട്ടാനോ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അവ തീർക്കുവാനോ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അത് അന്നേ വേണമായിരുന്നു. അല്ലെങ്കിൽ ഇത് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് തന്നെ കേസ് കൊടുക്കാം. അങ്ങനെയുള്ള ആരോപണങ്ങളുണ്ടെങ്കിൽ അന്ന് തന്നെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് സോഷ്യൽ മീഡിയ വഴിയെങ്കിലും കൊണ്ടെത്തിക്കാമായിരുന്നു. അതൊന്നും നടത്താതെ ഇപ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ആരോപണം കൊണ്ടുവരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ പ്രേരിതമാണോ നിങ്ങളുടെ ഇടപെടൽ എന്ന് പൊതുസമൂഹം ചിന്തിച്ചാൽ അതിനെ തെറ്റു പറയരുത്. കാരണം റഹീം അടക്കമുള്ളവരുടെ വാദങ്ങൾ ബാലിശമായിരുന്നുവെന്നും
ഒരു MLA ബസ് തടഞ്ഞു നിർത്തി അതിനകത്ത് കയറി ടിക്കറ്റ് എടുത്ത് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനായിരുന്നു എന്നും പറയുന്ന റഹീമിൻ്റെ വാദങ്ങളെപ്പോലെ ആകരുത് നിങ്ങളും ഇത്തരത്തിലുള്ള ബാലിശമായ വാദങ്ങൾ കൊണ്ടുവരുന്നത് എന്ന്. ഇപ്പോൾ റഹീമിൻ്റെ ആ വാദമടക്കമുള്ളവ CPM-നെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരാൾ കൂടി കടന്നു വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും പൊതുസമൂഹം ചിന്തിക്കുന്നത് ഇതാരോ പറഞ്ഞു വിട്ട് കൊണ്ടുവന്ന ഒരു ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീയാണ് എന്നുള്ള തോന്നലുളവാക്കും. അതുകൊണ്ട് അതില്ലാതായിരിക്കണമെങ്കിൽ നിങ്ങൾ മുൻപ് തന്നെ ഇത് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ആരോപണം യദുവിനെതിരെ നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പൊതുസമൂഹം ചിന്തിക്കും. തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ജന്മമായി മാറുകയും ചെയ്യും നിങ്ങളെന്നുള്ള കാര്യത്തിലും സംശയമില്ല.